പുസ്തകങ്ങൾ തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ വേറെ ഇല്ല. എൻ്റെ കയ്യിൽ വേറെയും പുസ്തകങ്ങളുണ്ട്. അത് ഞാൻ നിനക്ക് തരാം. ഉമ്മ, ആരുടേതാണ് ഈ ആട്? ഓ, അത് നമ്മുടെ പാത്തുമ്മാൻ്റെ ആടാ. അതാണല്ലോ ഓൾക്ക് ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം. പത്തിരി ചിട്ടയിലണ്ടി ഇടിച്ചത് മുത്തണി പാത്തുമ്മ. ഹായ്, നന്നായിട്ടുണ്ട്. ഇനി ഇത് ചായ വെക്കാം. ഉമ്മ, നിങ്ങളാരെങ്കിലും എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ? ഇവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാ എൻ്റെ ആടും ഒരു കഞ്ഞിവെള്ളവും. കാണിച്ചു തരാം. ആട് വെച്ചാ പാത്തുമ്മ എന്താണ് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്? വല്ലിക്കൊക്കെ ഇതെല്ലാം അനുവദിച്ച് കൊടുക്കണോണ്ടാ. പൂച്ച, പിള്ളേര്, ആട്, കോഴി, ആടിനെ തീറ്റ വളർത്താൻ കണ്ടൊരു സ്ഥലം, എല്ലാത്തിനെയും ഞാൻ പാകമാക്കും. ഉമ്മ, ആ തെറ്റാലയും വടിയും ഇങ്ങെടുക്ക്. ഒരു അവകാശമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഉമ്മ, നമ്മള് പോവുക. ഇനി ഈ വീട്ടിൽ എനിക്ക് വല്ല അവകാശം ഉണ്ടോ എന്ന് നോക്കണം. ഇന്ന് ഞാൻ ഹനീഫ് ഖാനെയും കുട്ടികളെയും പിള്ളേരെയും ഒക്കെ ഇവിടെ നിന്ന് ഇറക്കും. എടാ, ഇനി നിന്റെ ഈ ഒച്ച ഈ വീട്ടിൽ പൊന്തി പോവരുത്. നിന്റെ ഒച്ച വന്നാൽ നിന്റെ എല്ല് ഞാൻ തകർത്ത് കളയും. നിന്റെ ഒരു നൂല് പോലത്തെ ഒച്ച. എടാ, അപ്പൊ ഹനീഫ് എവിടെ താമസിക്കും? ഹനീഫ് എസ്റ്റേറ്റിൽ വീട് വെച്ച് താമസിക്കട്ടെ. ഒന്നും തരണ്ട. പിന്നെന്താ വേണ്ടത്? ഖദീജയ്ക്ക് 2 കമ്മല വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളിയുടേതാണോ വേണ്ടത് അതോ പൊന്നിൻ്റെതാണോ വേണ്ടത്? പൊന്നിൻ്റെ മതി. ഞാനിത് പരമ രഹസ്യമായിട്ട് വയ്ക്കാം.